ഹരേ കൃഷ്ണ. എല്ലാവർക്കും ശ്രീമദ് ഭാഗവതത്തിലേക്ക് സ്വാഗതം. ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരി ഓം തസത്. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതി വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ. ഭഗവതീമുത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠുകി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം. യത്കൃപാതമഹം വന്ദേ ശ്രീഗുരുൻ ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യ ഈശ്വരം. വാഞ്ചാകൽപതരൂപശ്ച കൃപാ സിന്ധൂപയേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേവോ നമോ നമഃ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഭഗവാൻ കൃഷ്ണനാണ് സർവ്വ അവതാരങ്ങളുടെ സ്രോതസ് എന്ന അധ്യായത്തിലെ അവതാരങ്ങളെ പറ്റിയെല്ലാം വിശദമായിട്ട് പഠിച്ചു. അതിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് ഈ ക്ലാസ്സിൽ 29ാമത്തെ ശ്ലോകം മുതൽ നോക്കാം. ശ്ലോകം ഞാൻ റിസൈറ്റ് ചെയ്യാം. ജന്മഗുഹ്യം ഭഗവതോ യായേതൽ പ്രയതോ നരാ സായം പ്രാതർഗൃണൻ ഭക്ത്യാ ദുഃഖഗ്രാമാതിമുച്യതേ. അതായത് ആരാണോ ഭക്തിയോടെ പ്രഭാത സായാഹ്ന വേളകളിൽ അതീവ ശ്രദ്ധയോടെ ഭഗവാന്റെ നിഗൂഢ അവതാരങ്ങളെക്കുറിച്ച് കീർത്തിക്കുന്നത് അവന് ജീവിതത്തിൻ്റെ സർവ്വ ക്ലേശങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നു. അപ്പോൾ ഭാഗവത ശാസ്ത്രം പറയാണ്, ആരാണോ രാവിലെയും വൈകുന്നേരവും, അതാണ് പ്രഭാതവും സായാഹ്ന വേളയിൽ എന്ന് ഉദ്ദേശിച്ചത്, ഭഗവാന്റെ ഗ്ലോറിഫിക്കേഷൻ നടത്തുന്നത് അല്ലെങ്കിൽ കീർത്തനങ്ങൾ നടത്തുന്നത് അല്ലെങ്കിൽ നാമം ജപിക്കുന്നത്, അവർക്ക് എല്ലാ ക്ലേശങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ക്ലേശങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ ക്ലേശം ജന്മ മൃത്യു ജരാവ്യാധിയാണ്. അതാണ് ഏറ്റവും വലിയ ക്ലേശം. ആ ക്ലേശത്തിൽ നിന്ന് മോചനം ലഭിക്കും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഭാവാർത്ഥം നമുക്ക് നോക്കാം. ഭഗവാന്റെ അതീന്ദ്രിയ ജന്മ കർമ്മ തത്വങ്ങളെക്കുറിച്ച് ബോധവാന്മാരായ ആരും തന്നെ ഈ ഭൗതികമായ താൽക്കാലിക വാസസ്ഥലത്ത് നിന്നും വിമുക്തമാക്കപ്പെട്ട ശേഷം ഭഗവത് ധാമത്തിലേക്ക് മടങ്ങി ചെല്ലുന്നു എന്ന് ഭഗവത്ഗീതയിൽ പരമദിവ്യോത്തമ പുരുഷൻ ഉദ്ഘോഷിക്കുന്നു. ഭഗവത്ഗീത 4.9 അതിൽ പറയുന്നത്, ജന്മകർമ്മച മേ ദിവ്യം യോമേ വേത്തി തത്വതഃ തെക്വാ ദേഹം പുനർജന്മ നൈതി മാം ഏതി സോ അർജുന. അതായത് ഭഗവാന്റെ ജന്മവും കർമ്മവും ദിവ്യമാണെന്ന് അറിയുന്ന ഒരാൾ ഈ ദേഹം ഉപേക്ഷിച്ച ശേഷം തീർച്ചയായിട്ടും ഭഗവാന്റെ ധാമത്തിൽ എത്തും എന്നാണ് പറയുന്നത്. പിന്നെ ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ മെറ്റീരിയൽ വേൾഡിൽ ഭൗതിക ലോകത്ത് വന്ന് ജനിച്ചും മരിച്ചും കഷ്ടപ്പെടേണ്ടി വരില്ല എന്നാണ് പറയുന്നത്. എങ്ങനെയുള്ള ആള്? ആരാണോ ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള ജന്മവും ലീലകളും കർമ്മങ്ങളും ഒക്കെ തിരിച്ചറിയുന്നത്, ദിവ്യമാണെന്ന് മനസ്സിലാക്കുന്നത്, ദിവ്യം എന്ന് പറഞ്ഞാൽ ട്രാൻസ്റെൻഡൽ, അതീന്ദ്രിയം ആണെന്ന് മനസ്സിലാക്കുന്നത്, അങ്ങനെ ഒരാൾക്ക് ഒരിക്കലും ഇനി ഈ ഭൗതിക ലോകത്ത് ജന്മമെടുക്കേണ്ടി വരില്ല എന്നാണ് ഭഗവത്ഗീതയിലും പറയുന്നത് എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. ആകയാൽ ഈ ഭൗതിക ലോകത്തിലെ ഭഗവത് അവതാര രഹസ്യം നിജമായി ഗ്രഹിക്കുക വഴി മാത്രം ഒരാൾ ഭൗതിക ബന്ധനങ്ങളിൽ നിന്നും മുക്തനാകുന്നു. ആകയാൽ സാമാന്യ ജനങ്ങളുടെ നന്മയ്ക്കായി ഭഗവാനാൽ പ്രത്യക്ഷമാക്കപ്പെട്ട ഭഗവത് ജന്മകർമ്മങ്ങൾ ഭക്തിയോടെ അതീവ ശ്രദ്ധയോടെ അവ ഗാഠമായി ശ്രദ്ധാവിഷയത്തിൽ നിമഗ്നനാകാൻ പരിശ്രമിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഗ്രഹണാതീതത്വം അനാച്ഛാദനം ചെയ്യാൻ സാധ്യമാവുകയുള്ളൂ. അനന്തരം ഒരാൾക്ക് ഭൗതിക ബന്ധനത്തിൽ നിന്നും വിമോചനം ലഭിക്കുന്നു. ആകയാൽ ഭഗവാന്റെ വ്യത്യസ്ത വിഭിന്ന അവതാരങ്ങളെക്കുറിച്ച് വർണ്ണിക്കുന്ന ഈ ഭാഗവത അധ്യായം ആത്മാർത്ഥതയോടെയും ആത്മാർപ്പണത്തോടെയും ഭക്തിയോടെയും പാരായണം ചെയ്യുക വഴി മാത്രം ഒരാൾക്ക് ഭഗവത് ജന്മകർമ്മങ്ങളെക്കുറിച്ചുള്ള അന്തർദർശനം പ്രാപ്തമാകുന്നു. വിമുക്തി അഥവാ സ്വാതന്ത്ര്യം എന്ന യഥാർത്ഥമായ പദം ഭഗവാന്റെ ജന്മകർമ്മങ്ങളെല്ലാം അതീന്ദ്രിയമാണെന്ന് സൂചിപ്പിക്കുന്നു.
അല്ലാത്ത പക്ഷം അവ ഉരുവിടുന്നതിനാൽ മാത്രം ഒരാൾക്ക് മുക്തി സാധ്യമല്ല. ആകയാൽ അവയെല്ലാം പരമരഹസ്യ സിദ്ധാന്തങ്ങളാണ്. ഭക്തിയുത സേവനത്തിന്റെ നിർദ്ദിഷ്ട അനുശാസനകൾ പാലിക്കാത്ത യാതൊരാൾക്കും ഭഗവാന്റെ ജന്മകർമ്മങ്ങളുടെ നിഗൂഢതയിലേക്ക് പ്രവേശിക്കുവാൻ അവകാശം ലഭിക്കുന്നില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു, വെറുതെ ഇങ്ങനെ വായിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. ഭഗവാന്റെ ദിവ്യ കർമ്മങ്ങളെല്ലാം, അതീന്ദ്രിയ ജ്ഞാനങ്ങളെല്ലാം മനസ്സിലാക്കുന്ന ഒരാൾക്കാണ് തീർച്ചയായിട്ടും ഭഗവാന്റെ ധാമത്തിൽ എത്താൻ സാധിക്കുക എന്നിവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. അതാണ് ഇവിടെ വിമുക്തി അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്ന യഥാർത്ഥമായ പദം എന്ന് വെച്ചാൽ നമ്മൾ എന്നേക്കുമായിട്ട് ഈ ഭൗതിക ലോകം വിട്ട് അതീന്ദ്രിയ ധാമത്തിൽ എത്തുന്നതിനെയാണ് വിമുക്തി അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്നൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ ഏതൊരാളാണോ ഭഗവാന്റെ ജന്മകർമ്മച മേ ദിവ്യം യോമേ വേത്തി തത്വതഃ തെക്വാ ദേഹം പുനർജന്മ നൈതി മാം ഏതി സോ അർജുന. പുനർജന്മം വേണ്ടി വരുന്നില്ല, ഈ ഭൗതിക ലോകത്ത് നമ്മൾ ജന്മം എടുക്കില്ല എന്ന് ഉറപ്പാണ് അവിടെ തരുന്നത്. അപ്പോൾ അതേ കാര്യം തന്നെയാണ് ഇവിടെ ഭാഗവതവും സൂചിപ്പിക്കുന്നത്. അടുത്ത ശ്ലോകം നോക്കാം. ശ്ലോകം 30. ഏതദ്രൂപം ഭഗവതോ ഹി രൂപസ്യ ചിദാത്മനാ മായാ ഗുണൈർവിരചിതം മഹത് ആദിഭിരാത്മനി. അതായത് ഭൗതിക ലോകത്തിൽ പ്രത്യക്ഷമാകുന്ന ഭഗവത് വിരാട രൂപം, വിശ്വരൂപം എന്ന തത്വം കാൽപ്പനികമാണ്. ഭഗവാന് സ്വരൂപമുണ്ടെന്ന ആശയം ഉൾക്കൊള്ളുവാൻ അല്പജ്ഞാനികളെ ഇത് സഹായിക്കുന്നു. എന്നാൽ വാസ്തവത്തിൽ ഭഗവാന് ഭൗതിക രൂപമില്ല. അപ്പോൾ ഇതാണ് വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ ക്ലാരിഫിക്കേഷൻ നമ്മുടെ ഭാഗവത്തിൽ കൊടുത്തിരിക്കുന്നത്. വേദങ്ങളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഐ ആം പെർവേഡിങ് എവരിവെയർ ബട്ട് ഐ ഹാവ് നോ ഫോം. അതായത് സർവവ്യാപിയായി ഇരിക്കുന്ന ഈശ്വരനായ എനിക്ക് രൂപമില്ല എന്ന് വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. അത് പറഞ്ഞത് ഭൗതികമായ രൂപമില്ല എന്ന് തന്നെയാണ്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നു വിരാട വിശ്വരൂപം എന്ന തത്വം ഭൗതികമാണ് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. വാസ്തവം തന്നെയാണ്. കാരണം ഭഗവാൻ വിരാട രൂപം എടുക്കുന്നത് ഈ ഭൗതിക ലോകത്തിനു വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് തന്നെ വിരാട രൂപത്തിനെ ഈ അവതാരങ്ങളിൽ ഒന്നും കണക്കുകൂട്ടിയിട്ടില്ല. ആ വിരാട രൂപം എന്ന് പറയുന്നത് അതീന്ദ്രിയ ലോകത്ത് ഇല്ലതാനും. ബാക്കി എല്ലാ അവതാരങ്ങളും അതിൻ്റെ ഒറിജിനൽ പൊസിഷൻ എന്ന് പറഞ്ഞത് അതീന്ദ്രിയ ധാമത്തിലാണ്. ഇപ്പം മത്സ്യാവതാരം എടുത്തു കഴിഞ്ഞാൽ ഈ മത്സ്യാവതാരത്തിൻ്റെ അതേ ഫോമിൽ വൈകുണ്ഠ ലോകത്ത് ഒരു ധാമമുണ്ട്. അവിടെ മത്സ്യാവതാരത്തിലായിരിക്കും ഭഗവാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ആ വൈകുണ്ഠ ലോകത്ത് കാണപ്പെടുക. അതേപോലെ ഈ വിരാട രൂപം എന്ന് പറയുന്ന രീതിയിൽ വൈകുണ്ഠ ലോകത്ത് വിരാട രൂപത്തിൻ്റെ ആവശ്യം ഇല്ല, അവിടെ ഇല്ല. ഇവിടെ ഉള്ളതാണ്. ഇവിടെ ഭൗതിക ലോകം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഭഗവാൻ വിരാട രൂപം കൈക്കൊള്ളുന്നത്. ആ വിരാട രൂപത്തിൽ വിരാജിച്ചിരിക്കുകയാണ് ഈ ഭൗതിക ലോകം. എപ്രകാരം എന്ന് ചോദിച്ചാൽ, നമ്മളൊരു ശരീരം ഇങ്ങനെ മലർന്ന് തല കൊണ്ടുവന്ന് കാൽമുട്ടിൽ തൊട്ട് കഴിഞ്ഞാൽ കാലിൻ്റെ ഉപ്പൂറ്റിയിൽ ടച്ച് ചെയ്താൽ ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന അതേ ഷേപ്പിലാണ് വിരാട രൂപം ഈ ബ്രഹ്മാണ്ടത്തെ ആവരണം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഗോൾഡൻ എഗ് എന്ന് പറയുന്ന, ബ്രഹ്മാണ്ടത്തെ ഗോൾഡൻ എഗ് എന്ന് പറയും. സ്വർണ്ണ കളറിൽ അതീവ തേജസ്സാണ് ഭഗവാന്റെ ശരീരകാന്തി. നമുക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന വിധം തേജസ്വിയാണ്. ആ പ്രകാശത്തിനെയാണ് ബ്രഹ്മൻ റിയലൈസേഷൻ ജ്ഞാനികൾ മെഡിറ്റേറ്റ് ചെയ്യുന്നത്. പ്രകാശത്തിൽ മെഡിറ്റേറ്റ് ചെയ്യുന്ന ജ്ഞാനികൾ ബ്രഹ്മൻ റിയലൈസേഷൻ കിട്ടുന്നത് ശരീരത്തിൻ്റെ കാന്തിയാണ്. അതുപോലെ ഈ വിരാട രൂപം ഇങ്ങനെ വിരാജിച്ചിരിക്കുന്നു ഭൗതികമായിട്ടുള്ള ഈ ലോകത്ത്. അതിനെപ്പറ്റിയാണ് ഇവിടെ എടുത്തു പറയുന്നത്. ഭാവാർത്ഥത്തിൽ നമുക്ക് നോക്കാം. വിരാട രൂപം അഥവാ വിശ്വരൂപം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭഗവത് തത്വം ഭഗവാന്റെ വിഭിന്ന അവതാരങ്ങളുടെ കൂടെ പ്രതിപാദിക്കാത്തത് എന്തെന്നാൽ, മുകളിൽ പ്രസ്താവിച്ച എല്ലാ ഭഗവത് അവതാരങ്ങളും അതീന്ദ്രിയങ്ങളാണ്. മാത്രമല്ല അവയുടെ സ്വരൂപങ്ങളിലൊന്നും ഭൗതികതയുടെ കലർപ്പുമില്ല. ബദ്ധാത്മാവിനുള്ളതുപോലെ ശരീരവും ആത്മാവും തമ്മിൽ യാതൊരു വേർതിരിവും അവ തമ്മിൽ ഇല്ല. എന്നാൽ വിരാട രൂപം കനിഷ്ഠ അധികാരികൾക്ക് അഥവാ അഭിനവ ആരാധകർക്ക് സങ്കല്പിക്കാനുള്ളതാകുന്നു. അവരെ ഉദ്ദേശിച്ചാണ് ഭൗതികമായ വിരാട രൂപം അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് 2-ാം സ്കന്ധത്തിൽ വളരെയധികം വിശദമായി വിവരിച്ചിരിക്കുന്നു. വിരാട സ്വരൂപത്തിൽ ഭൗതിക ആവിഷ്കൃതങ്ങളായ വിഭിന്ന ഗ്രഹങ്ങളെ ഭഗവാന്റെ ഊരുക്കൾ, ബാഹുക്കൾ തുടങ്ങിയവയായി സങ്കല്പിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ അവണ്ണമുള്ള സർവ്വ വിവരണങ്ങളും കനിഷ്ഠ അധികാരികളെ ഉദ്ദേശിച്ചുള്ളവയാണ്.
ദ്രവ്യത്തിനുപരിയായി യാതൊന്നും തന്നെ സങ്കല്പിക്കാൻ അഭിനവ ഭക്തർക്ക് കഴിയില്ല. ഭഗവാന്റെ യഥാർത്ഥ സ്വരൂപങ്ങളുടെ പട്ടികയിൽ അദ്ദേഹത്തിന്റെ ഭൗതിക തത്വത്തെ ചേർക്കാനും പാടില്ല. പരമാത്മാവായി ഭഗവാൻ സർവ ഭൗതിക രൂപങ്ങളിലും കണങ്ങളിൽ പോലും അവസ്ഥിതനായിരിക്കുന്നു. എന്നാൽ ബാഹ്യമായ ഭൗതിക രൂപം ഇരു കൂട്ടർക്കും, ഭഗവാനും ജീവാത്മാവിനും കാൽപ്പനികമാണ്. ബദ്ധാത്മാക്കളുടെ നിലവിലെ രൂപവും വാസ്തവികമല്ല. വിരാട സ്വരൂപമെന്ന ഭഗവാന്റെ ഭൗതിക ശരീര തത്വം കാൽപ്പനികമാണെന്ന് നിർണയിച്ചിരിക്കുന്നു. ഭഗവാനും ജീവാത്മാക്കളും ചേതനാത്മാക്കളാണെന്ന് മാത്രമല്ല, അവയ്ക്ക് വാസ്തവികമായ ആത്മീയ ശരീരവുമുണ്ട്. അപ്പോൾ ഇവിടെ വിരാട് രൂപം എന്താണെന്നുള്ളത് വ്യക്തമായി പറയാണ്. വിരാട് രൂപം എന്ന് പറഞ്ഞാൽ അത് ഭൗതികമായിട്ടുള്ള ലീലകൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ളതാണ്. എന്നാൽ ഈ വിരാട് രൂപത്തിനെ ഒരിക്കലും അവതാരങ്ങളിൽ ഒന്നായിട്ട് കണക്കാക്കാറില്ല. അതിൻ്റെ കാരണം അവതാരങ്ങൾ എടുക്കുന്നതെല്ലാം ഭഗവാൻ അതീന്ദ്രിയ രൂപത്തിലാണ്. എന്നാൽ ഈ വിരാട് രൂപം ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്, അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള ആൾക്കാരെ ബോധിപ്പിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ്. കാരണം ചിലർക്ക് ദൈവം എന്നാൽ കാണിച്ചതാ എന്ന് പറയുന്നവർക്ക് വേണ്ടി കാണിച്ചു കൊടുക്കാനാണ് അർജുനന്റെ മുന്നിൽ ഭഗവാൻ വിരാട് രൂപം കാണിച്ചു കൊടുത്തത്. ഇതാണ് ദൈവം, അല്ലെങ്കിൽ ഇത്രയും ശക്തിമാനായിട്ടുള്ള, ഇത്രയും ആയിരക്കണക്കിന് തലകൾ, ആയിരക്കണക്കിന് കൈകൾ, ആയിരക്കണക്കിന് കാലുകൾ, ആയിരക്കണക്കിന് വായുകളിൽ നിന്ന് അഗ്നി പുറപ്പെടുന്നു, വഹിക്കുന്നു. ആ അഗ്നിയിലേക്ക് നിർബാധം എല്ലാ ജീവാത്മാക്കളും, ആ ബന്ധുമിത്രാദികളെല്ലാം കയറിപ്പോകുന്നത് അല്ലെങ്കിൽ മരണപ്പെട്ടു പോകുന്നതെല്ലാം അർജുനൻ നേരിട്ട് കാണുന്നു. ഈ കാണിച്ചതെല്ലാം ഭഗവാന്റെ വിശ്വരൂപ ദർശനം കൊടുത്തത് എന്തിനെന്ന് വെച്ചാൽ, സാധാരണ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഭഗവാന്റെ ശക്തി കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നിരീശ്വരവാദികൾക്ക് ഭഗവാന് രൂപമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏതെങ്കിലും ഒരാൾ ഞാൻ ദൈവമാണ് എന്ന് ആർഗ്യൂ ചെയ്താൽ ഇതുപോലെ വിരാട് രൂപം കാണിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ മതി. ഒരാൾക്കും അത് സാധിക്കില്ല, ഭഗവാന് മാത്രം സാധ്യമാകുന്ന കാര്യമാണ്. അങ്ങനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ വിരാട് രൂപം എടുത്തത് എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിരാട് രൂപത്തിനെ അതീന്ദ്രിയ രൂപമായിട്ട് കണക്കാക്കാറില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഈ വിരാട് രൂപത്തിനുള്ളിലും ഭഗവാന്റെ അംശമുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഭഗവാന്റെ അംശം ഉള്ളതുപോലെ അപ്പോൾ നമുക്ക് രണ്ട് ശരീരമുണ്ട്, സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും. അതിനെപ്പറ്റി അടുത്ത ശ്ലോകത്തിൽ വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ ശ്ലോകം 31 നോക്കാം. യഥാ നഭസി മേഘൗകോ രേണോർവാ പാർത്ഥിവോ നിലേ ഏവം ദ്രഷ്ടരി ദൃശ്യത്വം ആരോപിതം ബുദ്ധിഭീ. മേഘങ്ങളെയും പൊടിപടലങ്ങളെയും വഹിച്ചുകൊണ്ട് പോകുന്നത് വായുവാണ്. എന്നാൽ ആകാശം മേഘാവൃതവും വായു പൊടിപടലങ്ങളാൽ പങ്കിതമാണെന്നും അല്പജ്ഞാനികൾ അഭിപ്രായപ്പെടുന്നു. അതേപോലെ ഭൗതിക ശരീര തത്വങ്ങളെ അവർ ചേതനാത്മാക്കളിൽ നിവേശിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇതാണ് വാസ്തവത്തിൽ സംഭവിച്ചത്. മേഘങ്ങളെയും പൊടിപടലങ്ങളെയും വഹിച്ചുകൊണ്ട് പോകുന്നത് വായുവാണ്. എന്നാൽ ആ വായു അതിലൊന്നും പെട്ടതല്ല. വായു അതിനെയൊക്കെ തള്ളി മാറ്റുന്നു എന്ന് മാത്രം. പക്ഷേ നമ്മൾ വിചാരിക്കുന്നു വായു പൊടിപടലം നിറഞ്ഞതാണ് എന്ന് സങ്കല്പിക്കുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഭാവാർത്ഥം നമുക്ക് നോക്കാം. ആത്മസമ്പൂർണനായ ഭഗവാനെ നമ്മുടെ ഭൗതിക നേത്രങ്ങളാലോ ഇന്ദ്രിയങ്ങളാലോ ദർശിക്കാൻ സാധ്യമല്ലെന്ന് ഇവിടെ വീണ്ടും ഊന്നി പ്രസ്താവിക്കുന്നു. ജീവാത്മാക്കളുടെ ഭൗതിക ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന ആത്മീയ സ്ഫുലിംഗത്തെ പോലും തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നില്ല. ആകയാൽ ജീവാത്മാക്കളുടെ സാന്നിധ്യം അവന്റെ സ്ഥൂല ശരീര സാന്നിധ്യത്താൽ നാം അംഗീകരിക്കുന്നു. അതേപോലെ നിലവിലുള്ള ഭൗതിക നേത്രത്താൽ അഥവാ ഭൗതിക ഇന്ദ്രിയത്താൽ ഭഗവാനെ ദർശിക്കാൻ ഇച്ഛിക്കുന്ന ഏതൊരാളും വിരാട സ്വരൂപം എന്ന് വിശേഷിപ്പിക്കുന്ന അതിബൃഹത്തായ ബാഹ്യ സ്വരൂപ വിശേഷതയെ ധ്യാനിക്കണമെന്ന് നിർദ്ദേശിക്കുന്നു. ദൃഷ്ടാന്തമായി ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് അനായാസേന അത് ദർശിക്കാനാകും. അങ്ങനെ വാഹനത്തോടൊപ്പം അതിനുള്ളിലിരിക്കുന്ന വ്യക്തിയെയും അനായാസേന തിരിച്ചറിയാൻ സാധിക്കും. പ്രത്യേക വാഹനത്തിൽ രാഷ്ട്രപതി സഞ്ചരിക്കുമ്പോൾ രാഷ്ട്രപതി അതിലുണ്ടെന്ന് നാം പറയും. കാലോചിതമായി നാം വാഹനത്തോടൊപ്പം രാഷ്ട്രപതിയെയും തിരിച്ചറിയും. അതേപോലെ ആവശ്യം വേണ്ടുന്ന യോഗ്യതകളില്ലാതെ ഭഗവാനെ ദർശിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഭഗവാൻ അന്തർവർത്തിയും ബാഹ്യവർത്തിയും എന്ന് വരികിലും ഭഗവത് സ്വരൂപമായ അതിബൃഹത്തായ വിശ്വപ്രപഞ്ചത്തെ
പ്രാഥമികമായി ദൃശ്യീകരിക്കുന്നു അല്ലെങ്കിൽ ദൃശ്യമാക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ആകാശത്തിലെ മേഘങ്ങളെയും ആകാശത്തിൻ്റെ നീലിമയെയും ഗുണഗ്രഹണം ചെയ്യാം. അതായത് ആകാശത്തിൻ്റെ നീലിമയും ആകാശം സ്വയവും വിഭിന്നങ്ങളാണെങ്കിലും നാം ആകാശത്തെ നീലയായി തന്നെ സങ്കല്പിച്ചിരിക്കുന്നു. എന്നാൽ ഇത് സാധാരണക്കാരൻ്റെ പൊതുസങ്കല്പം മാത്രമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആകാശം എന്ന് പറഞ്ഞത് നീലയല്ല. പക്ഷേ നമ്മുടെ കണ്ണുകൾക്ക് യഥാർത്ഥ ആകാശത്തിൻ്റെ രൂപമൊന്നും കാണാനുള്ള ഭൗതികമായിട്ടുള്ള ഈ കണ്ണുകൾക്ക് കഴിവില്ല. കാരണം നേരത്തെ പറഞ്ഞിരുന്നു, ജീവാത്മാക്കളെ സൃഷ്ടിച്ചത് 4 ഡിഫക്ട്സോട് കൂടിയാണ്. അതിൽ ഒന്നാമത്തെ പോരായ്മയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം അപൂർണങ്ങളാണെന്ന്. ആ അപൂർണത കൊണ്ട് തന്നെ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാൻ നമുക്ക് കഴിയാതെ പോകുന്നു എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ അതീന്ദ്രിയ രൂപങ്ങളും ഭഗവാന്റെ ഈ ഭൗതികമായിട്ടുള്ള വിരാട് രൂപവും തിരിച്ചറിയാൻ പോലും നമുക്ക് സാധിക്കുന്നില്ല എന്നിവിടെ വ്യക്തമാക്കുന്നു. ശ്ലോകം 32 നോക്കാം. അധപരം യദവ്യക്തം അവ്യൂഢഗുണബൃംഹിതം അദൃഷ്ടാശ്രുതവസ്തുത്വാൽ സാജീവോ യൽ പുനർഭവ. അതായത് ഈ സ്ഥൂല തത്വ സ്വരൂപത്തിന് അതീതമായി അവ്യക്തവും അദൃശ്യവും അശ്രുതിയും അവ്യൂഢവും ഗുണബൃംഹിതവുമായ മറ്റൊരു സൂക്ഷ്മ സ്വരൂപ തത്വമുണ്ട്. ജീവാത്മാവിന് ഈ സൂക്ഷ്മതയ്ക്കും അതീതമായി അതിൻ്റെതായ സ്വരൂപമുണ്ട്. അല്ലാത്ത പക്ഷം അവന് ആവർത്തന ജന്മങ്ങൾ ഉണ്ടാവുകയില്ലല്ലോ. അപ്പോൾ ഇവിടെ പറയുന്നത് സൂക്ഷ്മ ശരീരത്തെ പറ്റി പറയുന്നു, സ്ഥൂല ശരീരത്തെ പറ്റി നമുക്കറിയാം, ഇപ്പോൾ ഒരു സ്വരൂപത്തിനെ പറ്റിയും പറയുന്നു. അപ്പോൾ 3 തരത്തിലുള്ള ശരീരത്തിനെ പറ്റി ഇവിടെ പ്രതിപാദിക്കുന്നു. അതിൽ ഒന്നാമത്തെ ശരീരം എന്ന് പറഞ്ഞാൽ ഈ സ്ഥൂല ശരീരം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിരിക്കുന്ന ഈ പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്ന അനുഭവേദ്യമാകുന്ന ഈ ശരീരം. പിന്നെ ഒരു സൂക്ഷ്മ ശരീരമുണ്ട്. സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ ദേഹം വിട്ട പുറത്തു പോകുന്ന ആ ദേഹിയാണ് സൂക്ഷ്മ ശരീരം. ആ ദേഹിയിൽ ആത്മാവുണ്ട്, നമ്മുടെ ബുദ്ധിയുണ്ട്, നമ്മുടെ കർമ്മഫലങ്ങളുണ്ട്, നമ്മുടെ മനസ്സുണ്ട്, ഫോൾസ് ഈഗോ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ആത്മാവ് പുറത്തു പോകുക. ഇങ്ങനെ 5 ഘടകങ്ങൾ ചേർന്നതാണ് ശരിക്കും പറഞ്ഞാൽ ദേഹി. അപ്പോൾ ആ ദേഹി എന്ന് പറയുന്നതാണ് നമ്മുടെ സൂക്ഷ്മ ശരീരം. ഇനി ഇതിനും പുറമെ, സൂക്ഷ്മ ശരീരത്തിനും പുറമെ യഥാർത്ഥത്തിലുള്ള സ്വരൂപമുണ്ട് എന്ന് പറയുന്നു. അതായത് മരിക്കുമ്പോൾ ദേഹം ഉപേക്ഷിച്ച് ദേഹി പുറത്തു പോകുമ്പോൾ ആ ദേഹിക്കുള്ളിലിരിക്കുന്ന ആത്മാവിന് അതിൻ്റെതായ സ്വന്തമായിട്ടൊരു ശരീരമുണ്ട്. അതീന്ദ്രധാമത്തിൽ അതീന്ദ്ര ശരീരമുണ്ട്. ആ ശരീരം ആർജിക്കണമെങ്കിൽ ഈ ഭൗതികമായിട്ടുള്ളതെല്ലാം ഉപേക്ഷിക്കണം. അതായത് സൂക്ഷ്മ ശരീരത്തിൻ്റെ ഘടകങ്ങളായിരിക്കുന്ന എല്ലാം ഭൗതികമായിട്ടുള്ള ഘടകങ്ങളാണ്. മനസ്സ് എന്ന് പറയുന്നത് ഭൗതികമാണ്, ബുദ്ധി എന്ന് പറയുന്നത് ഭൗതികമാണ്, ഫോൾസ് ഈഗോ എന്ന് പറയുന്നത് ഭൗതികമാണ്. പിന്നെ ആകെ അതീന്ദ്രിയമായിട്ടുള്ളത് ജീവാത്മാവും പരമാത്മാവും. ഈ 5 കാര്യങ്ങൾ ചേർന്നതാണ് ഒരു ദേഹി. ആ ദേഹിയിൽ നിന്ന് പരമാത്മാവും മാറി ജീവാത്മാവ് ഒറ്റയ്ക്ക് ഇങ്ങനെ സെപ്പറേറ്റഡ് ആകുമ്പോൾ മാത്രമാണ് യഥാർത്ഥ തൽസ്വരൂപം നമുക്ക് കിട്ടുക. ആ തൽസ്വരൂപം അതീന്ദ്രിയധാമത്തിലാണ് ഉള്ളത്. അവിടെ എത്താൻ വേണ്ടിയിട്ടാണ് ഈ ജന്മത്തിലിരിക്കുമ്പോൾ ഈ സൂക്ഷ്മ ശരീരത്തിലും സ്ഥൂല ശരീരത്തിലും ഇരിക്കുന്ന ദേഹി അല്ലെങ്കിൽ ആത്മാവ് ശരിക്കും പറഞ്ഞാൽ ഭക്തിയുത സേവനത്തിൽ ഭഗവാന്റെ ഗ്ലോറിഫിക്കേഷനിലൂടെ അല്ലെങ്കിൽ കലിയുഗ ധർമ്മമായ ഹരിനാമ മഹാമന്ത്രം ജപത്തിലൂടെ സങ്കീർത്തന യജ്ഞത്തിലൂടെ നമ്മൾ പതിയെ ആത്മാവിനെ ഉയർത്തി ആ തൽസ്വരൂപം സ്വീകരിക്കാൻ ഉതകുന്ന വിധമാക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യ ജന്മത്തിൻ്റെ ഉത്തമമായ കടമ അല്ലെങ്കിൽ ധർമ്മം എന്നതുകൊണ്ട് ഇവിടെ വിവക്ഷിക്കുന്നത്. അല്ലാത്ത പക്ഷം നമ്മളിങ്ങനെ ദേഹിയിലൂടെ ദേഹാന്തര പ്രാപ്തി നടത്തിക്കൊണ്ടേയിരിക്കും. ആ ദേഹി മറ്റൊരു ദേഹം സ്വീകരിക്കും, അത് ഉപേക്ഷിക്കപ്പെടുമ്പോൾ മറ്റൊരു ദേഹം സ്വീകരിക്കും. ഇങ്ങനെ ഈ ഭൗതിക ലോകത്ത് ജനിച്ചും മരിച്ചും കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇത് വേണ്ട. നമുക്ക് എന്നേക്കുമായിട്ട് തിരിച്ച് നമ്മുടെ തൽസ്വരൂപത്തിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഭൗതികമായിട്ട് ടോട്ടലി ഡിറ്റാച്ച്ഡ് ആകണം. അതെങ്ങനെ ഡിറ്റാച്ച്ഡ് ആകും എന്ന് ചോദിച്ചാൽ ഇന്നോ നാളെയോ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ചിലപ്പോൾ ഈ ഒരു ജന്മം കൊണ്ടും നമുക്ക് ഫുള്ളി ഡിറ്റാച്ച്ഡ് ആകാൻ സാധിച്ചെന്ന് വരില്ല. പക്ഷേ ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ ഏത് നിമിഷവും ഏത് സമയത്തും നമുക്കതിന് സാധ്യമാകും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതിനാദ്യമായി വേണ്ടത് ഭഗവാനിൽ അടിയുറച്ച വിശ്വാസവും രണ്ടാമതായി വേണ്ടത് ഭഗവാന്റെ അതീന്ദ്രിയ ലീലകളെല്ലാം
ദിവ്യമാണ് അല്ലെങ്കിൽ അതീന്ദ്രിയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതുമാണ്. അപ്പോൾ ഇവിടെ പറയുന്ന ഭാവാർത്ഥം നോക്കാം. അതിബൃഹത്തായ വിശ്വപ്രപഞ്ചത്തെ ഭഗവാന്റെ സ്ഥൂലാകാരമായ സ്വരൂപമായി സങ്കല്പിച്ചിരിക്കുന്നതിനാൽ ഭഗവാന് അതിസൂക്ഷ്മ സ്വരൂപമുണ്ടെന്ന തത്വവും നിലവിലുണ്ട്. ഇതിനെ ദർശിക്കാതെ പ്രത്യക്ഷമാക്കാതെ തന്നെ സാക്ഷാത്കരിക്കാം. എന്നാൽ പരമാർത്ഥത്തിൽ സൂക്ഷ്മവും സ്ഥൂലവുമായ സ്വരൂപ തത്വങ്ങളൊക്കെ ജീവാത്മാക്കളുമായി ബന്ധപ്പെട്ടതാണ്. സ്ഥൂല ഭൗതിക ശരീരത്തിനും അല്ലെങ്കിൽ സൂക്ഷ്മ മാനസിക അസ്തിത്വ സ്വരൂപത്തിനും ഉപരിയായി ജീവാത്മാക്കൾക്ക് അതിൻ്റെതായ ആത്മീയ സ്വരൂപമുണ്ട്. സ്ഥൂല ശരീരവും മാനസിക വൃത്തിയും പ്രവർത്തനരഹിതമാകുമ്പോൾ തൽക്ഷണം ജീവാത്മാവ് പ്രത്യക്ഷ സ്ഥൂല ശരീരം ഉപേക്ഷിക്കുന്നു. പരമാർത്ഥത്തിൽ അദൃശ്യനും അശ്രുതനുമാകയാൽ ജീവാത്മാവ് വിട്ടുപോയി എന്ന് നാം അഭിപ്രായപ്പെടും. ഗാഠനിദ്രയിലായ ഒരാളുടെ സ്ഥൂല ശരീരം അപ്പോൾ പ്രവർത്തിക്കുന്നില്ലെങ്കിലും അയാളുടെ ശ്വാസോച്ഛ്വാസത്തിലൂടെ ആത്മാവ് ശരീരത്തിനുള്ളിലുണ്ടെന്ന് നാം മനസ്സിലാക്കുന്നു. ആകയാൽ ജീവാത്മാക്കൾ ശരീരം ഉപേക്ഷിച്ചു പോകുമ്പോൾ ചേതനാത്മാവിന് അസ്തിത്വമില്ല എന്ന അർത്ഥമില്ല. അത് അവിടെ തന്നെ ഉണ്ട്. അന്യഥ ജനനങ്ങളുടെ പുനരാവർത്തി സംഭവ്യമാകുന്നത് എങ്ങനെയാണ്? നിർണയം എന്തെന്നാൽ ഭഗവാൻ ജീവാത്മാക്കളെ പോലെ സൂക്ഷ്മവും സ്ഥൂലവുമല്ലാത്ത അദ്ദേഹത്തിൻ്റെതായ അതീന്ദ്രിയ രൂപത്തിൽ ശാശ്വതമായി നിലകൊള്ളുന്നു. ജീവാത്മാക്കളുടെ സൂക്ഷ്മവും സ്ഥൂലവുമായ ശരീരത്തോട് ഭഗവാന്റെ ശരീരത്തെ ഒരിക്കലും താരതമ്യം ചെയ്യാൻ പാടില്ല. ഭഗവത് സ്വരൂപത്തെക്കുറിച്ചുള്ള അവിധം സർവ സിദ്ധാന്തങ്ങളും സാങ്കല്പികമാണ്. ഭൗതിക മാലിന്യങ്ങളാൽ മാത്രം ബന്ധനസ്ഥനായ ജീവാത്മാവിന് ഒരു ശാശ്വത ആത്മീയ സ്വരൂപമുണ്ട്. അപ്പോൾ ഇത് വളരെ വലിയ ഒരു ശാസ്ത്രമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. എന്ത് ശാസ്ത്രമാണ്? നമ്മുടെ തന്നെ സ്വന്തമായിട്ടുള്ള ആത്മീയ സ്വരൂപമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആ ആത്മീയ സ്വരൂപം എവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ അത് അതീന്ദ്രിയധാമത്തിലാണ് ഉള്ളത്. വൈകുണ്ഠ ലോകം മുതൽ അങ്ങോട്ട് അതീന്ദ്രിയധാമമാണ് ഉള്ളത്. ഈ ബ്രഹ്മാണ്ടത്തിനകത്ത് സ്വർഗലോകം കഴിഞ്ഞാൽ 14 പ്ലാനറ്ററി സിസ്റ്റത്തിലെ ഉന്നത പ്ലാനറ്ററി സിസ്റ്റം വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ആവരണം എന്ന് പറഞ്ഞാൽ വിരാട് രൂപത്തിൽ ഭൗതിക ലോകത്തെ ആവരണം ചെയ്തിരിക്കുന്നത് 7 ലെയർ വെച്ചിട്ടാണ്. 7 ലെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശാസ്ത്രം മോഡേൺ സയൻസ് നമ്മുടെ സ്കിന്നിന് 7 ലെയർ ഉണ്ടെന്ന് പഠിക്കുന്നുണ്ട്. അതേപോലെ ആ വിരാട് രൂപത്തിലും 7 ലെയറുകളുണ്ട്. 7 ലെയർ 5 പഞ്ചഭൂത നിർമ്മിതവും 2 ഫാൾസ് ഈഗോയും മനസ്സുമാണ്. അപ്പോൾ ഇത് രണ്ടിലും നമ്മുടെ ഈ ശരീരത്തിൽ സൂക്ഷ്മ ശരീരത്തിലുള്ള ആ പഞ്ചഭൂത നിർമ്മിതമായ മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഇതെല്ലാം ആ ലെയറുകളിൽ ലയിക്കും. 1 by 1 ആയിട്ട് ലയിക്കും. അങ്ങനെ ലയിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ആത്മാവ് ടോട്ടലി സെപ്പറേറ്റഡ് ആകുള്ളൂ. അപ്പോൾ അത് വിരാട രൂപത്തിൽ വിരാജിച്ചിരിക്കുന്ന ഭഗവാനിൽ തന്നെ അതങ്ങ് ലയിച്ചതിന് ശേഷം ബാക്കി വരുന്ന ആത്മസ്ഫുലിംഗം ഈ ഭൗതിക ലോകം വിട്ട് വിരജ റിവറും കാരണ ഓഷ്യനും കടന്ന് അതീന്ദ്രിയധാമത്തിലെത്തും. അപ്പോൾ വിരജ റിവറിൽ നമ്മൾ മുങ്ങുമ്പോൾ പിന്നെ പൊങ്ങുന്നത് അതീന്ദ്രിയ ലോകത്തായിരിക്കും. അപ്പോൾ നമുക്ക് ഒറിജിനൽ നമ്മുടെ രൂപം കിട്ടും. അത് നവയൗവനം ആ രൂപമാണ് അവിടെ കിട്ടുക. ആ രൂപത്തിലാണ്. അല്ലാതെ അവിടെ പോയി ജനിക്കലും അവിടെ പോയി മരിക്കലും അങ്ങനെ സംഭവ്യമേ അല്ല. ജന്മമരണങ്ങളെല്ലാം സംഭവിക്കുന്നത് ഈ ഭൗതിക ലോകത്ത് മാത്രമാണ്. എപ്പോഴാണോ നമ്മുടെ ദേഹിയിൽ നിന്ന് ആത്മാവ് വേർപെടുന്നത് അപ്പോൾ മാത്രമേ നമുക്ക് അതീന്ദ്രിയധാമത്തിൽ എത്താൻ പറ്റൂ. അപ്പോൾ ആ ആത്മാവ് വേർപെടണമെങ്കിൽ ഒരിക്കലും നമ്മൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളല്ലാതെ ഈ ഭൗതികമായ കാര്യങ്ങളിൽ അറ്റാച്ച്ഡ് ആകാൻ പാടില്ല. ഒരു ചെറിയ ഒരു ആഗ്രഹമെങ്കിലും നമ്മുടെ ദേഹിയോടൊപ്പം ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഇവിടം വിട്ടു പോവില്ല. വീണ്ടും മറ്റൊരു ശരീരം സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ കംപ്ലീറ്റ്ലി പ്യൂരിഫൈഡ് ആയെങ്കിൽ മാത്രമേ നമുക്ക് ആ തൽസ്വരൂപം അല്ലെങ്കിൽ നമ്മുടേതായ അതീന്ദ്രിയ സ്വരൂപം നമുക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ എന്നാണ് പറയുന്നത്. തിരിച്ചു കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ നേരത്തെ അവിടെ ഉള്ളവരായിരുന്നു, അതീന്ദ്രിയധാമത്തിൽ ഭഗവാനോടൊപ്പം ഉള്ളവരായിരുന്നു. പക്ഷേ എന്തോ കാരണത്താൽ ഭഗവാൻ നമ്മളെ ശിക്ഷിക്കുന്നത് പോലെ ഈ ഭൗതിക ലോകത്തേക്ക് കൊണ്ടു വിടുകയാണ് ഉണ്ടായത്. അപ്പോൾ അവിടുന്ന് ചവിട്ടി പുറത്താക്കപ്പെട്ട നമ്മളാണ് ഇവിടെ വന്നിട്ട് അഹങ്കരിക്കുന്നത്. എപ്പോഴാണോ നമുക്ക് ഈ അഹങ്കാരമെല്ലാം മാറി നമ്മുടെ തൽസ്വരൂപം അവിടെ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഭൗതികമായിട്ടുള്ള സുഖസൗകര്യങ്ങളിൽ നിന്നെല്ലാം വിഡ്രോ ചെയ്ത് നമുക്ക്
പ്യുവറായിട്ട് നമുക്ക് അതീന്ദ്രിയധാമത്തിൽ എത്താൻ സാധിക്കും. അവിടെയാണ് പെർമനൻ്റ് ഹാപ്പിനെസ് ഉള്ളത്. അല്ലാത്ത പക്ഷം നമുക്ക് ഒരിക്കലും ഹാപ്പിനെസ് അനുഭവിച്ചറിയാൻ പറ്റില്ല. ഈ ഭൗതിക ലോകത്ത് ഹാപ്പിനെസ്സേ ഇല്ല, സന്തോഷമേ ഇല്ല. ദുഃഖാലയം അശാശ്വതം. എല്ലായ്പ്പോഴും ഈ ഭൂമി എന്ന് പറഞ്ഞാൽ ദുഃഖങ്ങൾ നിറഞ്ഞത് മാത്രമാണ്. അപ്പോൾ ദുഃഖാലയം അശാശ്വതമായ ഈ ലോകത്ത് ഒരിക്കലും നമുക്ക് പെർമനന്റ് ഹാപ്പിനെസ് അനുഭവിക്കാനേ സാധിക്കില്ല. ഏത് നേരവും എല്ലാ ദിവസവും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരല്പനേരം സന്തോഷിക്കായിരിക്കും, ബാക്കി ഫുൾ സമയം നമ്മൾ ടെൻഷനിലും നമ്മൾ ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്സിലും ഒക്കെയാണ്, വിഷമത്തിലും ഒക്കെയാണ്. പലവിധ കാര്യങ്ങളാൽ നമ്മളെ ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കും. എപ്പോഴാണ് നമ്മൾ സുഖവും സന്തോഷവും അനുഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ശരിക്കും പറഞ്ഞാൽ ആത്മാവിൽ ആനന്ദം കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ ആനന്ദം അനുഭവിക്കാൻ സാധിക്കൂ. അത് ചിലപ്പോൾ നമ്മൾ നാമജപം നടത്തുമ്പോഴായിരിക്കും, ചിലപ്പോൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും, ചിലപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ നടയിൽ നിൽക്കുമ്പോൾ നമ്മുടെ ആത്മാവിലെ ഒരു ആനന്ദം അനുഭവിച്ചറിയുന്നത് സ്വയം മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ചെറിയ സമയത്ത് മാത്രമാണ് യഥാർത്ഥ ആനന്ദം നമ്മൾ അനുഭവിച്ചറിയുക. എന്നാൽ ഈ ഭൗതിക ലോകം വിട്ട് അതീന്ദ്രിയധാമത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഫുൾ ടൈം നമ്മൾ ഹാപ്പിയിലായിരിക്കും. സച്ചിദാനന്ദ വിഗ്രഹ രൂപനായ ആ സാക്ഷാൽ ഭഗവാന്റെ ഒരു അംശ അവതാരമായ നമ്മളെല്ലാവരും തീർച്ചയായിട്ടും പാർട്ട് ആൻഡ് പാർസലായ നമ്മളെല്ലാവരും ആ അതീന്ദ്രിയ ആനന്ദത്തിന് ഉടമയാണ്, അല്ലെങ്കിൽ അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷെ അത് അനുഭവിക്കാതെ നമ്മൾ ഈ ദുഃഖാലയം അശാശ്വതമായിട്ടുള്ള ഭൗതിക ലോകത്ത് വന്ന് പെട്ടിട്ട് ഇവിടെയാണ് സുഖം എന്ന് വിചാരിക്കുന്നു. അതാണ് നമ്മുടെ ഫാൾസ് ഈഗോ എന്ന് പറയുന്ന ഒന്നാമത്തെ കാര്യം. അപ്പോൾ വളരെ വലിയൊരു ശാസ്ത്രീയ സത്യമാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അടുത്ത ശ്ലോകവും കൂടെ നോക്കാം. ശ്ലോകം 33. യത്ര മേ സദസദ്രുപേ പ്രതിഷിദ്ധേ സ്വം സംവിദ അവിദ്യായാത്മനി കൃതേ ഇതി തൽ ബ്രഹ്മദർശനം. എപ്പോൾ ഒരാൾ ആത്മസാക്ഷാത്കാരത്താൽ സൂക്ഷ്മവും സ്ഥൂലവുമായ ശരീരത്തിന് പരിശുദ്ധ ആത്മാവുമായി യാതൊരു ബന്ധമില്ലെന്ന് ഗ്രഹിക്കുന്നുവോ, അപ്പോൾ അയാൾ ഭഗവാനെയും അതേപോലെ തന്നെയും ദർശിക്കുന്നു. ഇത് അടുത്തൊരു വലിയ ശാസ്ത്രീയമായ സത്യമാണ് ഇവിടെ വെളിവാക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ എല്ലാവരും സാധാരണ ആൾക്കാർ വിചാരിക്കുന്നു അഹം ബ്രഹ്മാസ്മി. അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ ഞാനും ഈശ്വരനും ഒന്ന് തന്നെ എന്ന് അവർ ചിന്തിക്കുന്നു. പക്ഷെ ഒരു കാരണവശാലും ജീവാത്മാവിനും പരമാത്മാവിനും ഒന്നാകാൻ സാധിക്കില്ല. നമ്മളൊരു ചെറിയ അണു മാത്രനാണ്. പരമാത്മാവെന്ന് പറഞ്ഞാൽ വിഭു മാത്രനാണ്. അതിൻ്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കടലിൽ നിന്ന് ഒരു കൈക്കുമ്പിൾ വെള്ളം എടുത്തിട്ട് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ അതിന് സാൾട്ടി ടേസ്റ്റാണ്, ഉപ്പുരസമുണ്ട്. കടലിന് ഉപ്പുരസമുണ്ട്. അപ്പോൾ ഈ ഡ്രോപ്പ് ഓഫ് വാട്ടർ കൈക്കുമ്പിളിലെ വെള്ളം പറയാണ് ഞാൻ കടലാണെന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞാൽ നമുക്കത് പരിഹസിക്കാനേ തോന്നുള്ളൂ. ഈ ഒരു തുള്ളി വെള്ളം എങ്ങനെയാണ് കടലാവുക? കടലെന്ന് പറഞ്ഞാൽ അതിവിശാലമായി കിടക്കുന്നില്ലേ? അതല്ലേ യഥാർത്ഥ കടൽ. ഈ വേർതിരിവ് തിരിച്ചറിയുന്ന ഒരു ബുദ്ധിമാന് മാത്രമേ പരമാത്മാവിനെയും ജീവാത്മാവിനെയും വേർതിരിച്ച് കാണാൻ സാധിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഒരു കാരണവശാലും അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി വൈസ് നമ്മൾ ഈക്വൽ അല്ല, എന്നാൽ ക്വാളിറ്റി വൈസ് നമ്മൾ ഭഗവാൻ ഈക്വൽ ആണ്. അതാണ് ഉപ്പുരസം. ആ തുള്ളി വെള്ളത്തിനും ഉപ്പുരസം ഉണ്ട്, ക്വാളിറ്റി ഓക്കെ, ആ കടലിനും ഉപ്പുരസമാണ്. പക്ഷെ ക്വാണ്ടിറ്റി നോക്കിയാൽ അണുവും വിഭുവുമാണ്. ഇതുപോലെയാണ് ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള വ്യത്യാസം എന്ന് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നു. ഭാവാർത്ഥം നമുക്ക് നോക്കാം. ആത്മസാക്ഷാത്കാരവും പ്രാപഞ്ചിക മായയും തമ്മിലുള്ള വ്യത്യാസം ആത്മാവിൻ്റെ ബാഹ്യരൂപത്തിലുള്ള സൂക്ഷ്മവും സ്ഥൂലവുമായ ആകാരതയിലുള്ള ഭൗതിക ശക്തിയുടെ താൽക്കാലിക അഥവാ മിഥ്യാവഞ്ചനയെ അറിയുകയാണ്. അപ്പോൾ ഒന്നാമത്തെ അജ്ഞാനം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ശരീരമാണ് എന്നുള്ളൊരു ചിന്തയാണ്. ആ ശരീരം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂത നിർമ്മിതമാണ്. എന്നാൽ ഉള്ളിലിരിക്കുന്ന ആത്മാവ് അതാണ് യഥാർത്ഥ ഞാൻ. ആ ഞാൻ പഞ്ചഭൂത നിർമ്മിതമായ ഈ ശരീരമേ അല്ല, പകരം സച്ചിദാനന്ദ വിഗ്രഹനായ ഭഗവാന്റെ ഒരു അംശമാണ് എന്ന് തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ അറിവ് എന്ന് ഇവിടെ പറയുന്നു. അജ്ഞത ഹേതുവാലാണ് ആവരണം സംഭവ്യമാകുന്നത്. അവ്വിധമുള്ള ആവരണങ്ങൾ പരമദിവ്യോത്തമ പുരുഷനിൽ ഒരിക്കലും ദൃശ്യമല്ല. കാരണം ഭഗവാന്റെ ശരീരം ഇതുപോലെ പഞ്ചഭൂത നിർമ്മിതമല്ല. ഭഗവാന്റെ ശരീരം ടോട്ടലി അതീന്ദ്രിയമാണ്. അത് മനസ്സിലാക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ഇതിനെ നിരപേക്ഷമായി ഗ്രഹിക്കുന്നതിനെ
മുക്തി, ഈ സത്യം മനസ്സിലാക്കുന്ന ഒരാളിനെയാണ്, അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ മുക്തരായി എന്ന് പറയുക. മുക്തി അഥവാ നിരപേക്ഷ സത്യദർശനം എന്ന് വിശേഷിപ്പിക്കുന്നു. പരിപൂർണമായ ആത്മസാക്ഷാത്കാരം ദൈവികമായ അഥവാ ആത്മീയമായ ജീവിതം അനുവർത്തിക്കുന്നത് വഴി സാധ്യമാണെന്ന് ഇത് അർത്ഥമാക്കുന്നു. സൂക്ഷ്മവും സ്ഥൂലവുമായ ശരീരങ്ങളുടെ ആവശ്യകതകളോട് ഉദാസീനത കാട്ടുകയും അതേസമയം ആത്മാവിന്റെ പ്രവർത്തനങ്ങളെ ഗൗരവപരമായി സമീപിക്കുകയും ചെയ്യുകയാണ് ആത്മസാക്ഷാത്കാരം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ആത്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ ഈ ഭൗതികമായിട്ടുള്ള ഒന്നിനെയും തന്നെ, ഈ ശരീരവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നിനോടും തന്നെ യാതൊരു ആസക്തിയും കാണിക്കാതെ, അല്ലെങ്കിൽ ഒട്ടും തന്നെ അറ്റാച്ച്ഡ് ആകാതെ ടോട്ടലി ഡിറ്റാച്ച്ഡ് ആകുമ്പോൾ മാത്രമാണ് ആത്മസാക്ഷാത്കാരം ലഭിക്കുക എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ പ്രവർത്തനങ്ങൾക്കുള്ള പ്രചോദനം ആത്മാവിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. എന്നാൽ അവ്യത പ്രവർത്തനങ്ങൾ ആത്മാവിന്റെ യഥാർത്ഥ അവസ്ഥയുടെ അജ്ഞാത ഹേതുവാകയാൽ മായികമായി തീരുന്നു. അവിദ്യയാൽ സ്വതാൽപര്യങ്ങളെ സ്ഥൂലവും സൂക്ഷ്മവുമായ ശരീരങ്ങളാൽ കണക്കാക്കുന്നു. ആകയാൽ ജന്മജന്മാന്തരങ്ങളായുള്ള സമ്പൂർണ്ണ പ്രവർത്തന പദ്ധതികളും ഉപയോഗശൂന്യമായി തീരുന്നു. എങ്കിലും എപ്പോൾ ഒരാൾ ഉചിത സംസ്കാരത്തോടെ ആത്മാവിനെ ദർശിക്കുന്നുവോ അപ്പോൾ ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. ആകയാൽ ആത്മാവിന്റെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായ ഒരാളെ ജീവൻ മുക്ത അഥവാ ബദ്ധാവസ്ഥയിലും സ്വതന്ത്രനായ വ്യക്തി എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പോൾ മുക്ത അല്ലെങ്കിൽ മുക്തി എന്നൊക്കെ പറയുന്നത് ഈ ജന്മത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ സ്വയം അനുഭവിച്ചറിയാൻ പറ്റുന്ന ഒരു അവസ്ഥാവിശേഷമാണ്. മുക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ശരീരം അല്ല എന്ന് അറിയുന്നതിനാണ് മുക്തിയുടെ ഒന്നാമത്തെ പാഠം. രണ്ടാമത്തെ പാഠം എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിനകത്ത് ഇരുന്നു കൊണ്ട് ഈ ശരീരം പ്രവർത്തിക്കുന്നതിന് താൻ ഒരു കാരണവശാലും അർഹനാകുന്നില്ല, അല്ലെങ്കിൽ ബാധിക്കപ്പെടുന്നില്ല, എൻ്റെ ആത്മാവിനെ ഇത് ബാധിക്കുന്നില്ല എന്ന് തിരിച്ചറിയണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആത്മാവിനെ എപ്രകാരം സന്തോഷിപ്പിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ആത്മാവിനെ ബാധിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് അന്വേഷിച്ചറിഞ്ഞ് കണ്ടെത്തുകയും അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുകയും ചെയ്യും. അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഭക്തിയുത സേവനം. ഈ ഭക്തിയുത സേവനം നമ്മൾ അനുസ്യൂതം ചെയ്തു വരുമ്പോഴാണ് നമ്മൾ മാനസികമായിട്ട് എല്ലാ ബന്ധങ്ങളിൽ നിന്നും വിടുതൽ നേടാൻ ഒരു ശ്രമം നടത്തുന്നത്. അത് പ്രത്യക്ഷത്തിൽ മറ്റാർക്കും മനസ്സിലാവില്ലെങ്കിലും ആന്തരികമായിട്ട് നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് ഉടനെ ഒന്നും സാധിക്കില്ല, പക്ഷേ ഗ്രാജുവലി നമുക്ക് സാധിക്കാനും പറ്റും. അപ്രകാരം ഇവിടെ ജീവൻ മുക്ത അവസ്ഥയിൽ ഒരു മനുഷ്യൻ എത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ മുക്തരായി എന്ന് പറയാൻ സാധിക്കുക. കൃത്രിമ മാർഗത്തിലൂടെ ആത്മസാക്ഷാത്കാരത്തിന്റെ പരിപൂർണ അവസ്ഥ പ്രാപ്തമാക്കുക സാധ്യമല്ല തന്നെ. എന്നാൽ നിത്യ അതീന്ദ്രിയ അവസ്ഥയിലുള്ള ഭഗവത് പാദാംബുജങ്ങളെ പ്രാപിക്കുന്നതിലൂടെ അത് അനായാസേന സാധ്യമാകുന്നു. ഭഗവാൻ ഏവരുടെ ഹൃദയത്തിൽ വസിക്കുന്നുവെന്നും അദ്ദേഹത്തിൽ നിന്നും സർവവിജ്ഞാനവും സ്മൃതിയും വിസ്മൃതിയും സംഭവിക്കുന്നു എന്നും ഭഗവത്ഗീതയിൽ 15-ാം അധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുന്നു. 15-ാം അധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകം ഏതാണ്? അഹം സർവസ്യ പ്രഭുവോ മത്തസ്മൃതിർജ്ഞാനം അപോഹനം ച വേദേഷു സർവേർ അഹം വേദ്യ വേദ്യോ വേദാന്തകൃത് വേദ വിദേഹ ചാഹം എന്ന് പറഞ്ഞാൽ അഹം സർവസ്യ പ്രഭോ, ഞാനാകുന്ന ഭഗവാൻ തന്നെയാണ് എല്ലായിടത്തും സർവവ്യാപിയായിരിക്കുന്നു, നിറഞ്ഞിരിക്കുന്നു. അതേ ഭഗവാൻ തന്നെ വിശ്വരൂപത്തിൽ വിരാജിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ വിരാട രൂപത്തിൽ വിരാജിച്ചിരിക്കുന്ന അതേ ഭഗവാൻ തന്നെ ഓരോരുത്തരുടെ ഹൃദയത്തിലും അന്തരംഗസ്ഥനായിട്ട് പരമാത്മ രൂപത്തിലും വിരാജിച്ചിരിക്കുന്നു. ആ പരമാത്മ സ്വരൂപനായിരിക്കുന്ന ഭഗവാൻ തന്നെയാണ് ഓരോരുത്തർക്കും മത്ത സ്മൃതി ജ്ഞാനം അപോഹനം ച ഇതെല്ലാം തരുന്നത് ഭഗവാൻ എന്ന് പറയുന്നു. മത്ത എന്ന് പറഞ്ഞാൽ ഓർമ്മ, സ്മൃതി എന്ന് പറഞ്ഞാൽ മറവി, ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ്. അപ്പൊ ഇതെല്ലാം തരുന്നത് ഭഗവാന്റെ ഒരു അനുഗ്രഹം തന്നെയാണ്. അപ്പൊ ഈ മറവി എങ്ങനെ അനുഗ്രഹം ആവുക എന്ന് ചോദിച്ചാൽ, ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ ജന്മത്തിൽ നമ്മളൊരു പട്ടിയോ പൂച്ചയോ എന്തെങ്കിലും മൃഗങ്ങളോ ആയിരുന്നുവെങ്കിൽ ഈ ജന്മത്തിൽ മനുഷ്യജന്മം കിട്ടുമ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ അതായിരുന്നു എന്ന് അറിയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമവും അതേ ചൊല്ലി നമ്മൾ അപ്പോൾ മറ്റു പട്ടികളുടെ പിന്നാലെ പോവാനും ഒക്കെ ചാൻസ് വരും. അതുകൊണ്ട് ആ കഴിഞ്ഞ ജന്മത്തിൽ എല്ലാം മറക്കും ഭഗവാൻ. ഈ ജന്മത്തിൽ എടുക്കുമ്പോൾ, നമ്മൾ ഈ ജന്മം എടുക്കുമ്പോൾ ഭഗവാൻ അതെല്ലാം മറവിക്കും.
അപ്പം മറവി ഒരു വലിയ അനുഗ്രഹമാണ്. മാത്രമല്ല നമ്മുടെ ദൈനംദിന കാര്യങ്ങളിൽ പലപ്പോഴും പല ദുഃഖങ്ങളും വരും. ആ ദുഃഖങ്ങളെയൊക്കെ കുറച്ചു കാലം കഴിയുമ്പോൾ നമുക്ക് മറക്കാൻ ഒരു അനുഗ്രഹം ഭഗവാൻ തന്നിരിക്കുന്നതുകൊണ്ട് മറന്നു പോകും. അപ്പോൾ ആ ദുഃഖം മറക്കും, അടുത്ത സന്തോഷം വരുമ്പോൾ നമ്മൾ സന്തോഷിക്കുകയും ചെയ്യും. അപ്പം മറവിയും ഒരു അനുഗ്രഹമാണ്. അത് കഴിഞ്ഞിട്ട് ഭഗവാൻ പറയുന്നു മത്ത സ്മൃതി, ഓർമ്മ തരുന്നതും ഭഗവാനാണ്. അപ്പോൾ എന്താ ഭഗവാൻ ഓർമ്മ തരിക? ഈ അതീന്ദ്രിയ ജ്ഞാനം കുറേശ്ശെ നമുക്ക് മനസ്സിലാകുമ്പോൾ നമ്മൾക്ക് ഓർമ്മ തരികയാണ് ഭഗവാനും നമ്മളുമായിട്ടുള്ള ബന്ധം. അതാണ് മമേ വാംശ ജീവലോക ജീവഭൂത സനാതന 15-ാം അധ്യായത്തിലെ 7-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു മമേ വാംശ ജീവലോക, ഈ ജീവജാലങ്ങളെല്ലാം ഭഗവാന്റെ അംശമാണെന്ന്. അപ്പൊ അങ്ങനെ അംശമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്ന ആ ഓർമ്മ തിരിച്ചറിയുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മുടെ ആത്മാവിന് ഭഗവാനെ പറ്റി കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് അതിലോട്ട് ആകർഷകത്വം തോന്നും, അല്ലെങ്കിൽ ഒരു സന്തോഷം തോന്നുന്നതെല്ലാം ആ ഓർമ്മ വരുമ്പോഴാണ്, ഭഗവാനുമായിട്ടുള്ള കണക്ഷൻ ഓർമ്മ വരുമ്പോഴാണ്, നമ്മൾ ഭഗവാന്റെ അംശമാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ ആനന്ദം അനുഭവിക്കാൻ പറ്റുക. അപ്പോൾ മത്ത സ്മൃതി ജ്ഞാനം ഇതെല്ലാം ഭഗവാൻ തരുന്നു എന്നിവിടെ പറയുന്നു. എപ്പോൾ ജീവാത്മാവ് ഭൗതിക ശക്തിയെ ആസ്വദിക്കുവാൻ കാക്ഷിക്കുന്നുവോ അപ്പോൾ ഭഗവാൻ ജീവാത്മാക്കളെ വിസ്മൃതാവസ്ഥ എന്ന ഗൂഢതത്വത്താൽ ആവരണം ചെയ്യുന്നു. അങ്ങനെ ജീവാത്മാക്കൾ സ്ഥൂല ശരീരത്തെയും സൂക്ഷ്മ മനസ്സിനെയും സ്വന്തം ആത്മാവായി തെറ്റായി വ്യാഖ്യാനിക്കുന്നു. എന്നാൽ അതീന്ദ്രിയ വിജ്ഞാന സംസ്കാരത്താൽ എപ്പോൾ ജീവാത്മാക്കൾ വിസ്മൃത അവസ്ഥയുടെ കുരുക്കിൽ നിന്നും മോചിതനാകാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുവോ അപ്പോൾ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ അഹൈതുകമായ കാരുണ്യത്താൽ ജീവാത്മാക്കളുടെ മായാ തിരശീലയെ നീക്കം ചെയ്യുന്നു. അപ്രകാരം അവൻ ആത്മാവിനെ സാക്ഷാത്കരിക്കുന്നു. അനന്തരം അവൻ തൻ്റെ ശാശ്വതമായ വ്യവസ്ഥാപിത അവസ്ഥയിൽ നിവിഷ്ടനായി സ്വയം ഭഗവത് സേവനത്തിൽ നിരതനായിക്കൊണ്ട് ബദ്ധജീവിതത്തിൽ നിന്ന് സ്വതന്ത്രനായി തീരുന്നു. ഇവയെല്ലാം തന്നെ ഭഗവാന്റെ ബാഹ്യശക്തിയാലോ അഥവാ പ്രത്യക്ഷമായി ആന്തരിക ശക്തിയാലോ ഭഗവാനാൽ സ്വയം നിർവഹിക്കപ്പെടുന്നു. അപ്പോൾ ഇത്രയും കാലം നമ്മൾ ഭൗതിക ലോകത്ത് ഞാൻ ഈ ശരീരമാണ് എന്ന വിചാരത്തിൽ ജീവിച്ച് കഴിയുമ്പോഴാണ് യാദൃശികമായി നമുക്ക് ഈ ശരീരമല്ല, ആ ദേഹിയാണ് അല്ലെങ്കിൽ ആത്മാവാണ് യഥാർത്ഥ ഞാൻ എന്ന് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഈ ശരീരത്തിനേക്കാൾ ഉപരി ആത്മാവിനെ സ്നേഹിക്കാൻ തുടങ്ങും. അപ്പോൾ ഈ ആത്മാവിനോടുള്ള സ്നേഹം കാരണം നമ്മൾ ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടും. അപ്രകാരം ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുമ്പോൾ ഇത്രയും കാലം നമ്മളെ ഭരിച്ചിരുന്ന ഈ ബാഹ്യശക്തി അല്ലെങ്കിൽ ഈ ബഹിരംഗ ശക്തിയാകുന്ന ഭഗവാന്റെ എക്സ്റ്റേണൽ എനർജി ആകുന്ന ഈ ഭൗതിക ലോകത്തിൻ്റെ 3 മോഡ്സ് ഓഫ് മെറ്റീരിയൽ നേച്ചറുടെ ബന്ധം ക്രമേണ അഴിയാൻ തുടങ്ങും. അതായത് ഭൗതികമായിട്ടുള്ള ഈ മെറ്റീരിയൽ നേച്ചർ എന്ന് പറഞ്ഞാൽ 3 മോഡ്സ് ഓഫ് മെറ്റീരിയൽ നേച്ചർ, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഈ 3 ഗുണം എന്ന് പറഞ്ഞാൽ കയറ് എന്നും അർത്ഥമുണ്ട്. ഈ കയറിനാൽ നമ്മൾ ബന്ധിക്കപ്പെട്ട് ഇവിടെ കിടക്കുകയാണ്. അപ്പോൾ ഈ കയറൊക്കെ ഒന്ന് അയഞ്ഞു തുടങ്ങും, ലൂസാകാൻ തുടങ്ങും, നമ്മളിൽ നിന്ന് ആകാൻ തുടങ്ങും. അപ്പോൾ ഈ 3 സത്വഗുണം, രജോ ഗുണം, തമോ ഗുണത്തിൽ നിന്നും വെളിയിൽ വന്നെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള നമ്മുടെ മൂലസ്വരൂപം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ എന്ന് പറയുന്നു. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇത്രയും കാലം ഇതിൽ കണക്റ്റഡ് ആകാതിരുന്നപ്പോൾ അല്ലെങ്കിൽ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടാതിരുന്നപ്പോൾ ഞാൻ ഈ ശരീരമാണ് എന്ന് വിചാരിച്ചത് തമോ ഗുണമാണ്, മോഡ് ഓഫ് ഇഗ്നോറൻറ്റ്. നമ്മൾ അജ്ഞതയെന്ന് പറയും, അജ്ഞതയാണ്, തമോ ഗുണത്തിലായിരുന്നു. അവിടെ നിന്ന് നമുക്ക് ഈ ജ്ഞാനം കിട്ടി, ഞാൻ ഈ ശരീരമല്ല ആത്മാവാണ് എന്ന ജ്ഞാനം കിട്ടിയപ്പോൾ തമോ ഗുണത്തിൽ നിന്ന് ഉണർന്ന് നമ്മൾ രജോ ഗുണത്തിലാകും. അപ്പോൾ രജോ ഗുണത്തിൽ ഇരുന്നു കൊണ്ട് ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ രജോ ഗുണത്തിൽ ഇരുന്നു കൊണ്ടാണ് ഭക്തിയുത സേവനം ചെയ്യുക. ഭക്തിയുത സേവനത്തിൻ്റെ പ്യൂരിറ്റിക്ക് അനുസരിച്ച് നമ്മൾ രജോ ഗുണത്തിൽ നിന്ന് ഉണർന്ന് സത്വഗുണത്തിലേക്ക് എത്തിപ്പെടും. അപ്പോൾ സാത്വിക് ക്വാളിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇരുന്നു കൊണ്ട് പ്യുവർ സാത്വിക് ക്വാളിറ്റിയിൽ ശുദ്ധ സത്വത്തിലേക്ക് നമ്മൾ ഉയർത്തപ്പെടണം. അപ്പോൾ പ്യുവർ സാത്വിക് ക്വാളിറ്റിയിൽ എത്തണമെങ്കിൽ സത്വഗുണത്തിൽ വർദ്ധിച്ചുകൊണ്ട് നമ്മൾ അത്രയും കഠിനാധ്വാനം ചെയ്യണം, അല്ലെങ്കിൽ അതീന്ദ്രിയമായിട്ടുള്ള സേവനത്തിൽ ഏർപ്പെടാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സത്വഗുണത്തിനും വെളിയിൽ വന്ന് പ്യുവർ സാത്വിക് ക്വാളിറ്റിയിൽ എത്തുക, ശുദ്ധ സാത്വിക ഗുണത്തിൽ എത്തും. അപ്പോഴാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ മുക്ത അവസ്ഥ എന്നൊക്കെ പറയുന്ന ആ ഒരു സ്റ്റേജിൽ എത്തുന്നത്. അടുത്ത ശ്ലോകം നോക്കാം, ശ്ലോകം 34.
യദ്യേഷോപരതാ ദേവി മായാ വൈശാരദീമതി സമ്പന്ന ഏവേദി വിദൂർ മഹിന്മനി സ്വേ മഹീയതേ. അതായത് ഭഗവത് കൃപയാൽ മായാപ്രഭാവം ശമിക്കുകയും ജീവാത്മാക്കൾ വിജ്ഞാനത്താൽ സമ്പൂർണമായി സമ്പന്നരാവുകയുമാണെങ്കിൽ അനന്തരം അവൻ തൽക്ഷണം ആത്മസാക്ഷാത്കാരത്താൽ പ്രബുദ്ധനാകുകയും അപ്രകാരം അവൻ്റെ സ്വമാഹാത്മ്യത്തിൽ നിവിഷ്ടനായി തീരുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ മൂലസ്വരൂപം ഭഗവാന്റെ ഒരു അംശമാണെന്നും ആ മൂലസ്വരൂപത്തിൻ്റെ യഥാർത്ഥ ഡ്യൂട്ടി ധർമ്മം എന്താ വെച്ചാൽ ധർമാസ്തു സാക്ഷാൽ ഭഗവത് പ്രണീതം ആണെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ സമ്പൂർണമായി സമ്പന്നരായി എന്ന് പറയും. സമ്പന്നരായി എന്ന് പറഞ്ഞാൽ വിജ്ഞാനത്താൽ സമ്പന്നരായി എന്ന് പറഞ്ഞാൽ ഒരു PhD എടുക്കുന്നതോ ഒരു ഡിഗ്രി എടുക്കുന്നതോ അല്ലെങ്കിൽ IAS എടുക്കുന്നതോ ഒന്നുമല്ല. വിജ്ഞാനത്താൽ നമ്മൾ സമ്പന്നരാകണം. അതായത് ഞാൻ ഈ ശരീരമല്ല ആത്മാവ് എന്ന് പറയുന്ന ആ ജ്ഞാനം നമ്മൾ ലൈഫിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് അത് വിജ്ഞാനമായി മാറുക. അപ്രകാരമാണ് നമ്മൾ ഭഗവത് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ആത്മസാക്ഷാത്കാരത്തിൽ സ്ഥിരപ്രതിഷ്ഠനാകാൻ സാധിക്കുക. അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ വളരെയേറെ താല്പര്യം തോന്നുകയും അത് കൂടുതൽ ചെയ്യാനായിട്ട് നമ്മൾ സന്നദ്ധരാവുകയും ചെയ്യുക. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മുടെ ഈ റിയാലിറ്റിയും കൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ നമ്മളുടെ ഈ ഡ്യൂപ്ലിസിറ്റിയും കൂടെ മനസ്സിലാക്കണം. അതിനെയും കൂടെ അംഗീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ഡ്യൂപ്ലിസിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ ഈ ശരീരമാകുന്ന ഈ അവസ്ഥയിൽ ഇരിക്കുന്നു എന്നതാണ് ഡ്യൂപ്ലിസിറ്റി. അത് ഇല്യൂഷനാണ്, മായയാണ്. ഈ മായയ്ക്ക് നമ്മൾ പുറത്തു വരണമെങ്കിൽ ഈ മായയിൽ ഇരുന്നു കൊണ്ട് തന്നെ നമ്മൾ അതീന്ദ്രിയ സേവനം ചെയ്തെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. പക്ഷേ ഈ മായയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ആ അതീന്ദ്രിയമായിട്ടെല്ലാം മനസ്സിലാക്കി ഇനി എനിക്ക് ഇതൊന്നും ശരീരവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതൊന്നും വേണ്ട, ഭാര്യ വേണ്ട, മക്കൾ വേണ്ട, കുട്ടികൾ വേണ്ട, അച്ഛനും അമ്മയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. അങ്ങനെയല്ല വേണ്ടത്. അവരെ ആരെയും ഉപേക്ഷിക്കാനോ ഒഴിവാക്കാനോ അല്ല ഈ പറയുന്നത്. നമ്മൾ ഭൗതികമായിട്ട് ഒന്നിലും അറ്റാച്ച്ഡ് ആകരുത് എന്നാണ് പറയുന്നത്. അറ്റാച്ച്ഡ് ആകാതെ സ്ലോലി ഡിറ്റാച്ച്ഡ് ആകാനുള്ള സേവനമാണ് ശരിക്കും പറഞ്ഞാൽ ഭക്തിയുത സേവനം. ആ പരിപൂർണനായ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ മയ്യ അർപ്പിത മനോർബുദ്ധി ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ മനസ്സും ബുദ്ധി അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ദൈനംദിന പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ തന്നെ നമ്മൾ സ്ലോലി സത്വഗുണത്തിൽ നിന്നും അതീതരായി വരും. അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. നമ്മൾ അതിനു വേണ്ടി വലിയ എഫോർട്ടൊന്നും എടുക്കേണ്ടി വരില്ല. പക്ഷെ ഒന്നു മാത്രം മതി, നമ്മൾ ദൃഢനിശ്ചയത്തോടെ ഫുൾ ഫെയ്ത്തോടെ വിശ്വാസത്തോടെ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ അഭയം തേടണം. അത് മാത്രം മതി. അതിനു വേണ്ടിയിട്ട് ഭഗവാന്റെ പാദസേവനം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ജപിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് 24 hours നമ്മൾ മനസ്സിൽ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, ആത്മനിവേദനം ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് സ്ലോലി നമ്മളിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ശ്രവണം എന്ന് പറഞ്ഞതിൻ്റെ ഉദാഹരണം തന്നെയാണ് ഈ കഷ്ടപ്പാടുകൾക്കിടയിലും ഈ 1 മണിക്കൂർ കേൾക്കാനായിട്ട് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഭഗവാനോടുള്ള ആ സ്നേഹം അല്ലെങ്കിൽ ഭഗവാനോടുള്ള ഒരു വിശ്വാസം അല്ലെങ്കിൽ ഭഗവാന്റെ അതീന്ദ്രിയ കാര്യങ്ങൾ ശ്രവിക്കാനുള്ള താല്പര്യം, ആത്മാവിൻ്റെ ത്വര, അത് പൂർത്തീകരിക്കാനാണ് നമ്മളിങ്ങനെ കഷ്ടപ്പെട്ടിട്ട് സമയമില്ലെങ്കിലും ഒക്കെ കണ്ടെത്തി ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ആത്മാവിൻ്റെ ത്വരയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ ഒരു ശാന്തി കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ഭഗവത് കഥാ ശ്രവണം വേണം. അപ്പോൾ ഭഗവാന്റെ ഈ അതീന്ദ്രിയ കാര്യങ്ങൾ കേൾക്കുന്ന മാത്രയിൽ തന്നെ നമ്മുടെ ക്ലേശങ്ങളൊക്കെ കുറഞ്ഞു തുടങ്ങും അല്ലെങ്കിൽ നഷ്ടമാകാൻ തുടങ്ങുമെന്ന് പറഞ്ഞിരിക്കുന്നു. ആദ്യത്തെ ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചത് അങ്ങനെയാണ്. നമ്മുടെ ക്ലേശങ്ങളെല്ലാം ഈ ഭൗതികമായിട്ടുള്ള ക്ലേശങ്ങളും ദുഃഖങ്ങളും ഒക്കെ കുറേശ്ശെ നമ്മളിൽ നിന്ന് ഒഴിയാൻ തുടങ്ങും എന്നാണ് പറയുന്നത്. അത് ഒഴിയും തോറും നമ്മൾ ആത്മീയമായിട്ട് ഉന്നതിയിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഭാവാർത്ഥത്തിൽ പറയുന്നത് എന്തെന്നാൽ ഭഗവാൻ സർവ അതിശയനും അതീന്ദ്രിയ നിരപേക്ഷനുമാകയാൽ ഭഗവാന്റെ സർവനാമങ്ങളും രൂപങ്ങളും ലീലകളും ഗുണങ്ങളും സന്തത സഹചാരികളും ശക്തികളുമെല്ലാം ഭഗവാനിൽ നിന്ന് അഭിന്നങ്ങളാണ്. ഭഗവാന്റെ അനന്തശക്തിക്ക് അനുസൃതമായി ഭഗവത് ശക്തികൾ പ്രവർത്തിക്കുന്നു. ഭഗവാന്റെ അതേ ശക്തി തന്നെയാണ് ആന്തരികവും ബാഹ്യവും പ്രാന്തീയവുമായ ശക്തികളായി വർത്തിക്കുന്നത്. മാത്രമല്ല ഭഗവാന്റെ അനന്തശക്തിയാൽ ഭഗവാൻ എന്തും മുൻപറഞ്ഞ ഏതെങ്കിലും ശക്തികളുടെ കർത്തൃത്വത്താൽ നിർവഹിക്കപ്പെടുന്നു.
സ്വ ഇച്ഛയാൽ ബാഹ്യശക്തിയെ ആന്തരിക ശക്തിയായി രൂപാന്തരപ്പെടുത്താൻ ഭഗവാന് സാധിക്കുന്നു. ഭൗതിക ശക്തിയുടെ മായിക പ്രപഞ്ചം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ജീവാത്മാക്കളെ മായ വ്യാമോഹത്തിന് വിധേയമാക്കാൻ നിയുക്തമായ ഭഗവാന്റെ ബാഹ്യശക്തി ബദ്ധാത്മാക്കളുടെ പശ്ചാത്താപത്തിലൂടെയും തപസ്യയിലൂടെയും ഭഗവത് ഇച്ഛയാൽ പ്രശമിപ്പിക്കുന്നു. മാത്രമല്ല അതേ ശക്തി അനന്തരം പരിശുദ്ധ ജീവാത്മാക്കളെ ആത്മസാക്ഷാത്കാരയിലെ ഉന്നമനത്തിന് സഹായകമാം വിധം പ്രവർത്തിപ്പിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വൈദ്യുത ശക്തിയുടെ ദൃഷ്ടാന്തം അത്യുത്തമമാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഭഗവാന്റെ ബഹിരംഗ ശക്തിയാണ് ഈ മായ. അപ്പോൾ ഈ മായയാണ് നമ്മളെ പിടികൂടിയിരിക്കുന്നത്. പക്ഷേ എത്രത്തോളം ഈ ജീവാത്മാക്കൾ മായയിൽ നിന്ന് വിടുതൽ നേടാൻ ശ്രമിക്കുന്നുവോ അപ്പോൾ ഭഗവാന്റെ ആന്തരശക്തി അല്ലെങ്കിൽ അന്തരംഗ ശക്തി നമ്മുടെ മേൽ സ്വാധീനം ചെലുത്താൻ തുടങ്ങും. അല്ലെങ്കിൽ ഈ ഭൗതിക ശക്തി തന്നെ മാറിയിട്ട് ആന്തരിക ശക്തിയായിട്ട് ഭഗവാന്റെ ആന്തരിക ശക്തിയായിട്ട് ഭഗവാനോട് നമ്മളെ അടുപ്പിക്കും. ആദ്യഘട്ടങ്ങളിൽ പരീക്ഷണങ്ങളാണ് നടത്തുക ഈ മായ അല്ലെങ്കിൽ ബഹിരംഗ ശക്തി. നമ്മൾ എത്രത്തോളം സറണ്ടറാണ്, എത്രത്തോളം ജപിക്കാൻ താല്പര്യം കാണിക്കുന്നു, ഇതിനൊക്കെ തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. അത് മായയുടെ പരീക്ഷണമാണ്. അപ്പോൾ ആ തടസ്സങ്ങളെല്ലാം ഓവർകം ചെയ്ത് നമ്മൾ 16 റൗണ്ട് മാല ചെയ്യും, ജപിക്കും, സദാസമയം ഭഗവാനെ മനസ്സിൽ സ്മരിക്കും, മനഃപൂർവ്വം ഭഗവാനെ സ്മരിക്കും എന്നൊരു ദൃഢനിശ്ചയം ജീവാത്മാവായ നമ്മൾ കാണിക്കുമ്പോൾ ഈ ബാഹ്യശക്തി പതുക്കെ പിന്മാറിയിട്ട് ഭഗവാന്റെ ആന്തരിക ശക്തി നമ്മളെ ഏറ്റെടുക്കും. അപ്പോൾ നമ്മൾ ആന്തരിക ശക്തിയുടെ നിയന്ത്രണത്തിന് കീഴിലാവുമ്പോൾ ബാക്കിയെല്ലാം ഭംഗിയായിട്ട് അല്ലെങ്കിൽ വളരെ സ്മൂത്തായിട്ട് ഈ എന്ന് പറയുമ്പോൾ ചാണ്ടിങ് എല്ലാം ചെയ്യാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ ജപിച്ചു തുടങ്ങുന്ന എല്ലാവർക്കും അനുഭവമാണ്. പെട്ടെന്ന് 2 മണിക്കൂർ കൊണ്ട് 16 റൗണ്ട് അങ്ങ് ചാണ്ടി ചെയ്ത് തീർക്കാൻ പറ്റും. അതേപോലെ തന്നെ വൈകുന്നേരമോ അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ടൊക്കെയാണ് ജപിക്കാൻ ഇരുന്നാൽ എത്ര ജപിച്ചാലും മുന്നോട്ട് നീങ്ങില്ല. ആ ജപം ഇങ്ങനെ തടസ്സപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ അവിടെ മായയുടെ ആധിക്യം കൂടുന്നു എന്നാണ് അർത്ഥം. അതേസമയം രാവിലെ തന്നെ സാത്വിക് ക്വാളിറ്റിയിൽ ഇരിക്കുന്ന ആ ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മൾ ജപിക്കാൻ സമയം കണ്ടെത്തുമ്പോൾ വളരെ പെട്ടെന്ന് ആ ആത്മാവിലെ ആ ആനന്ദം നമുക്ക് അനുഭവിച്ചറിയാനും കൂടെ സാധിക്കുന്നു എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഭഗവാന്റെ ശക്തിയായ ബാഹ്യശക്തിയും അന്തരംഗ ശക്തിയും തടസ്ഥ ശക്തികളായ ജീവാത്മാക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ മായ ആദ്യം നമ്മളെ വലിച്ചിടാനാണ് നോക്കുക, മായയിൽ തന്നെ അടിമപ്പെട്ട് വയ്ക്കാൻ നോക്കും. അതിൽ നിന്ന് നമ്മൾ ശക്തിപൂർവം അല്ലെങ്കിൽ ഭക്തിപൂർവം നമ്മൾ പുറത്തു വരാൻ ശ്രമിക്കുമ്പോൾ അന്തരംഗ ശക്തി നമ്മളെ സ്വാധീനിച്ചു തുടങ്ങും, നമ്മളെ സംരക്ഷിച്ചു തുടങ്ങും. അപ്പോൾ ഇതാണ് ഭക്തിയുത സേവനത്തിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത. ആ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് വൈദ്യുത ശക്തിയുടെയാണ്. അത് അനുയോജ്യമായ ക്രമീകരണത്തിലൂടെ മാത്രം വൈദ്യുതി വിദഗ്ധൻ ഒരേ വൈദ്യുതിയെ ചൂടാക്കാനും തണുപ്പിക്കാനും വിനിയോഗിക്കുന്നു. ശരിയാണ്, കറണ്ട് വരുന്നത്, വൈദ്യുതി വരുന്നത് ഒരേ വലിയ സോഴ്സിൽ നിന്ന് വരുന്നു. ആ വരുന്നതിനെ ഒരു ഇലക്ട്രീഷ്യൻ എന്ത് ചെയ്യും, ബൾബിൽ കണക്ഷൻ കൊടുക്കുമ്പോൾ ആ ബൾബ് പ്രകാശമായിട്ട് വരും. അതേസമയം ഫ്രിഡ്ജിന് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് തണുപ്പ് വരും. അതേസമയം ഹീറ്ററിന് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് ചൂട് വരും. അതേസമയം അയൺ ബോക്സിൽ കൊടുക്കുമ്പോൾ അതിനെ അയൺ ചെയ്യാൻ പറ്റും. ഇപ്രകാരം വൈദ്യുതിയാണ് കൺവേർട്ട് ചെയ്ത് വിടുന്നത്. ഒരേ കാര്യം തന്നെയാണ്, പക്ഷേ റിസൾട്ട് പലതായി വരുന്നു. ഇതേപോലെ ഭഗവാന്റെ ശക്തി, ബാഹ്യശക്തി ആയിക്കോട്ടെ, ആന്തരിക ശക്തി ആയിക്കോട്ടെ, ഈ മാർജിനൽ എനർജി ആയിക്കോട്ടെ, ഇതെല്ലാം ഭഗവാനിൽ നിന്ന് വരുന്നത് കൊണ്ട്, ആ യഥാർത്ഥ വൈദ്യുതി സോഴ്സിൽ നിന്നായതുകൊണ്ട് ഈ വൈദ്യുതിയെ അക്കോർഡിംഗ് ടു അവർ ഭാവ നമുക്ക് എങ്ങനെ വേണോ ആക്കാം. അതുപോലെ ഭഗവാൻ എന്ത് വേണോ തീരുമാനിക്കാം. AC-യിൽ കൊടുക്കണോ, ഫ്രിഡ്ജിൽ കൊടുക്കണോ, അയൺ ബോക്സിൽ കൊടുക്കണോ എന്ന് ഇലക്ട്രീഷ്യൻ തീരുമാനിക്കുന്നത് പോലെ ഭഗവാന്റെ ശക്തി എവിടെയൊക്കെ കൊടുക്കണം അല്ലെങ്കിൽ എപ്രകാരം കൊടുക്കണം, ബാഹ്യശക്തിയെ ആന്തരിക ശക്തിയാക്കണോ, അതെല്ലാം ഭഗവാന് സ്വാതന്ത്ര്യമായിട്ടുള്ള കാര്യമാണ്. ഭഗവാന് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതിലൊന്നും ജീവാത്മാക്കളായ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പകരം നമുക്ക് തീരുമാനിക്കാം ഭഗവാന്റെ ബാഹ്യശക്തിയുടെ അടിമയാകണോ അതോ ആന്തരിക ശക്തിയുടെ അടിമയാകണോ എന്ന് നമുക്ക് തീരുമാനിക്കാം. ആ ഒരു ഫ്രീ വിൽ ഭഗവാൻ തന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ മനുഷ്യരായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ ജീവാത്മാക്കൾക്കും 2 അവസ്ഥയിലേ ഇരിക്കാൻ പറ്റൂ. ഒന്നുകിൽ മായയുടെ പിടിയിലിരിക്കുക, അല്ലെങ്കിൽ ഭഗവാന്റെ പിടിയിലിരിക്കുക. ഏത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. മായ എന്ന് പറയുന്നത് ഭഗവാന്റെ ഈ ബഹിരംഗ ശക്തിയാണ്. ഈ ബഹിരംഗ ശക്തിയാണ് ഈ കാണുന്ന സർവ്വ പ്രപഞ്ചവും. അപ്പോൾ ദുഃഖാലയം അശാശ്വതത്തിൽ കഴിയണോ
അതോ എന്നേക്കുമായിട്ട് പെർമനന്റ് ഹാപ്പിനെസ് കിട്ടുന്ന വൈകുണ്ഠധാമത്തിൽ അല്ലെങ്കിൽ അതീന്ദ്രിയധാമത്തിൽ പോകണോ എന്ന് ഒരു ജീവാത്മാവിന് നിശ്ചയിക്കാനുള്ളൊരു ഫ്രീ വില്ല് ഭഗവാൻ തന്നിട്ടുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്രകാരം എപ്പോൾ ജീവാത്മാക്കൾക്ക് ഭഗവത് അനുഗ്രഹം ലഭിക്കുന്നുവോ അപ്പോൾ അവൻ ശാശ്വതമായ ആത്മീയ ജീവിതം ആസ്വദിക്കാനായി അവൻ്റേതായ ഉചിത വ്യവസ്ഥാപിത പദവിയിൽ നിവേശിപ്പിക്കപ്പെടുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഹരിബോൽ, ഹരേ കൃഷ്ണ. താങ്ക് യു. നമുക്ക് ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. ഹരിബോൽ.